നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മിയുടെ പുതിയ മോഡലായിട്ടുള്ള റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന മോഡലിൻ്റെ അൺബോക്സിങ്ങും ചെറിയൊരു റിവ്യൂവുമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായി ഫോണുകളുടെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ചാനലിനകത്ത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരുവിധം എല്ലാ ഫോണുകളുടെയും അൺബോക്സിങ് റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഇളവുകളൊക്കെ വന്നതോടുകൂടി നമ്മളിനി സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിനകത്ത് ഓരോ ഫോണുകളുടെയും അൺബോക്സിങ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന മോഡലിൻ്റെ 8GB റാം 128GB സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻ്റാണ് നമ്മൾ ഇന്ന് അൺബോക്സിനായിട്ട് പോകുന്നത്. പിന്നെ എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഫോണുകളെല്ലാം എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഹോം അപ്ലയൻസ് ഡീലറായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ മണ്ണുത്തി ഷോറൂമായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മണ്ണുത്തി മൊബൈൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസും EMI ആയിട്ടും അതുപോലെ ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റായിട്ട് ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബോക്സിൻ്റെ മുകളിലായിട്ട് 108 മെഗാ പിക്സൽ ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷവോമിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഏകദേശം ഒരു രൂപം ഇവിടെ ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡൽ നെയിം നോട്ട് 10 പ്രോ മാക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ താഴെ 108 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 120 ഹെഡ്സിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റും അതുപോലെ ഒരു LED ഡിസ്പ്ലേ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന ഫോണിൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. രണ്ട് വശങ്ങളിലും ഇത്തരത്തിൽ ഫോണിൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ നോക്കിയാൽ കുറച്ച് ഡീറ്റെയിൽസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ മോഡൽ നെയിം, അതുപോലെ 108 മെഗാ പിക്സലിൻ്റെ ഒരു AI ക്വാഡ് ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ടെലി മാക്രോ ക്യാമറ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 120 ഹെഡ്സിൻ്റെ ഒരു സ്ക്രീൻ റിഫ്രഷ് ആയിട്ടുള്ള മൊബൈലാണ്. LED ഡിസ്പ്ലേ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിത്ത് HDR10 സപ്പോർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറാണെന്നും 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ IMEI നമ്പറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് ഇതിൻ്റെ 8GB റാം 128GB സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻ്റാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മെയിൻ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു ബോക്സ് നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ ഈ ഒരു ബോക്സിനകത്തായിരിക്കും ഇതിൻ്റെ വാറൻറ്റി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു സിം എജക്റ്റിംഗ് ടൂൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ റെഡ്മിയുടെ ഫോണുകളൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ കാണാത്ത ഒരു ബാക്ക് കേസും കൂടി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള കുറച്ച് ഒരു കട്ടിയുള്ളൊരു ബാക്ക് കേസ് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന മോഡൽ. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം കുറച്ച് വലിപ്പം ഉള്ളൊരു മോഡലാണ് നോട്ട് 10 പ്രോ മാക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ മറ്റെന്തൊക്കെ ആക്സസറീസ് ആണ് കിട്ടുന്നത് നോക്കാം. നമുക്ക് വളരെ വലിയൊരു ചാർജിങ് അഡാപ്റ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അത്യാവശ്യം വലിയൊരു ചാർജറാണ്. അതുപോലെ തന്നെ ഇതും ഒരു ഷവോമിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആംബിയറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അഡാപ്റ്ററും നമ്മൾ കൊടുത്തുള്ള കാര്യങ്ങൾ. ഈ ഒരു ബോക്സിൻ്റെ കൂടെ നമുക്ക് ഹെഡ്സെറ്റ് കിട്ടുന്നില്ല. പിന്നെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൈപ്പ് C ചാർജിങ് കേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആക്സറീസാണ് നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ആക്സറീസ്: ചാർജർ, ചാർജിങ് കേബിൾ, അതുപോലെ ഒരു ബാക്ക് കേസ്. അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു കവർ നമ്മൾ പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഉള്ളൊരു ഭാഗം നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന് പറഞ്ഞ മോഡൽ. കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട്. തൊട്ട് മുൻപ് ഇറങ്ങിയ റെഡ്മി നോട്ട് 10 പ്രോയുമായിട്ട് ഏകദേശം സാദൃശ്യമുള്ള ഒരു രൂപം തന്നെയാണ് ഈ ഫോണതും കൊടുത്തിട്ടുള്ളത്. 108 മെഗാ പിക്സലാണ് ഇതിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. അതുകൂടാതെ 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും, അങ്ങനെ മൊത്തം 4 ക്യാമറയാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. അത്യാവശ്യം ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ഗ്ലോസി ഫിനിഷ് അല്ല. പിന്നെ ഈ ഒരു ബാക്ക് പാനലിൻ്റെ താഴെയായിട്ട് റെഡ്മിയുടെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ കാണുന്നത്. ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കൊക്കെ തോന്നുന്ന ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പറയാനുള്ള ഒരു കാര്യം, ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് പുറത്തേക്ക് ബൾജായി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. എന്നാലും നല്ലൊരു കട്ടിയുള്ളൊരു ബാക്ക് കേസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഇനി ഈ ഫോണിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും നമുക്ക് ഇതിൻ്റെ കൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഫോണിൻ്റെ താഴെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം.
താഴെ ടൈപ്പ് സി ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ട് ഒരു മൈക്രോഫോണിൻ്റെ ഹോൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കർ ഗ്രില്ലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ളത്. അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ഫോണിൻ്റെ ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ മൊബൈലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു മൊബൈൽ ഓൺ ആക്കി നോക്കാം. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ ഫോണിൻ്റെയും അൺബോക്സിങ് കൂടാതെ ഇതിൻ്റെ ഓരോ അപ്ഡേഷൻ കാര്യങ്ങളും ഓരോ റിവ്യൂകളായിട്ടും ക്യാമറ റിവ്യൂ ആയിട്ടും ഗെയിമിംഗ് റിവ്യൂ ആയിട്ടൊക്കെ നമ്മൾ നമ്മുടെ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ റിപ്പയറിംഗ് വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം സർവീസ് വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ സർവീസ് പ്ലേലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് കയറിയിട്ട് അത്തരം വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന മോഡൽ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓൺ ആയി കഴിയുമ്പോൾ നമുക്ക് സെറ്റപ്പ് ചെയ്യണം. ഈ ഫോൺ ആദ്യമായിട്ടാണ് ഓൺ ആക്കുന്നത്. അപ്പോൾ അത് കാരണം ഇത്തരത്തിലുള്ള കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമ്മുടെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന് പറഞ്ഞ മോഡൽ അതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റപ്പൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിൻ്റെ ഹോം സ്ക്രീൻ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. നമ്മൾ തൊട്ട് മുൻപ് റെഡ്മി നോട്ട് 9 സീരീസ് ഫോണുകളുടെ അൺബോക്സ് ചെയ്തപ്പോൾ കണ്ട രീതിയിലുള്ള തന്നെ ഒരു ഹോം സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് MIUI 12 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതൊരു 120 സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഫോൺ അത് വന്നിട്ടുള്ളത്. പിന്നെ അതിന് മുകളിൽ തന്നെ ഒരു കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം ഗെയിമിങ്ങിന് പറ്റിയൊരു മോഡലാണെന്ന് പറയാം. ഇതിൻ്റെ പ്രോസസ്സറും 732G എന്നൊരു പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ LED ആയതുകൊണ്ട് തന്നെ ടച്ചൊക്കെ നല്ല രീതിയിലുള്ള സ്മൂത്തായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഡിസ്പ്ലേ ഒരു വെസലസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ വ്യൂ ഡിസ്പ്ലേ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഫോണിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് മുകളിൽ ഒരു പഞ്ച് ഹോൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 16 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. ഈ ഫോണിൻ്റെ ക്യാമറ റിവ്യൂവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം 120 Hzൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു മൊബൈലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സിങ്ങും അതുപോലെ അതിൻ്റെ ഒരു ഫസ്റ്റ് റിവ്യൂവും അതുപോലെ ഈ ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടുന്നു അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഈ ഫോൺ 3 കളർ വേരിയൻറ്റുകളിൽ അവൈലബിൾ ആണ്. ഒന്ന് ബ്ലാക്ക്, പിന്നെ ഈ കാണുന്ന ബ്രോൺസ് കളർ, പിന്നെ ബ്ലൂ കളർ. നമുക്ക് ഈ 3 കളറുകളിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഈ ഫോൺ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. നമ്മൾ ഓഫ്ലൈനായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇതിൻ്റെ അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഈ ഫോണിൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. 128 GB ആണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ്. അതിനകത്ത് 17 GB ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു ആൻഡ്രോയിഡ് 11 പ്രവർത്തിക്കുന്ന മൊബൈലാണ്. മാത്രമല്ല ആൻഡ്രോയിഡ് MIUI 12 ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ MIUI 12.5 അപ്ഡേഷൻ കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ MIUI 13 വന്നു കഴിഞ്ഞാൽ ആ 13ലേക്കുള്ള ഒരു അപ്ഡേഷൻ കൂടി നമുക്ക് കിട്ടുന്ന ഒരു മൊബൈൽ തന്നെയാണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. 108 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ റിയർ ക്യാമറ വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ, 5 മെഗാ പിക്സൽ, 2 മെഗാ പിക്സൽ, അങ്ങനെ മൊത്തം 4 ക്യാമറയാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തുള്ളത്. 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ മാത്രമാണിത്. ഇതിൻ്റെ ബാക്കി റിവ്യൂകളും കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.